ഇന്ന് രാവിലെ സമയം വളരെ പരിമിതമായ മിനിറ്റുകളെ ഉള്ളൂ എന്ന് എനിക്കറിയാം. വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. Since we have limited time this morning, I want to go in an expeditious manner. എൻ്റെ സ്വദേശം മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലമാണ്. My hometown is Mundakayam. 1985 തൊട്ട് ഒരു 20 വർഷം സുവിശേഷം ഒട്ടും എത്തിയിട്ടില്ലാത്ത കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് ജില്ലയിലാണ് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം തന്നത്. God gave me the opportunity to minister the gospel in places in parts of Kerala, in northern parts of Kerala, where the gospel had never reached from the year 1985 onwards. ഇന്ന് കേരളത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത അസാധാരണവും അത്ഭുതമാകുന്ന വഴികളിലൂടെയാണ് അവിടെ കടന്നു പോകാനിടയായത്. And what I went through, what transpired in my life, are things that were extraordinary or unusual until even this day in Kerala. അനേക പ്രദേശങ്ങളിൽ ഒരു വർഷം 2 വർഷം 3 വർഷമൊക്കെ ഓരോ ഗ്രാമങ്ങളിൽ പോയി വളരെ വിഷമിച്ചുള്ള സാഹചര്യങ്ങളിൽ പാർത്ത് ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ എഴുന്നേൽപ്പിച്ച കൊച്ചു കൊച്ചു സഭകൾ സ്ഥാപിപ്പാൻ ദൈവം കൃപ തന്നു. And God gave me the opportunity to establish small churches going through different trials, different situations, unexpected outcomes. Even in small means, God enabled us to come to minister in certain areas within those regions. വിശ്വാസം വർദ്ധിക്കുന്നതിനും ദൈവത്തിൽ ആശ്രയിക്കുന്നതിനും ദൈവവേല ചെയ്യുന്ന മുഖാന്തരങ്ങളെക്കുറിച്ചും ദൈവം നടത്തിയ വഴികളെക്കുറിച്ചും പറയേണ്ടത് അത്യാവശ്യമാണെങ്കിലും രാവിലത്തെ സമയം അങ്ങനെയുള്ളതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. Even though it's important for us to have the opportunity to share the experiences, the way the Lord leads us and guides us in a different path, but because of the limitation of time, I'm not going into that this morning. താമസ സൗകര്യമില്ലാത്ത കുഗ്രാമങ്ങളിൽ സ്വന്തമായി കൈകൊണ്ട് ഷെഡ് ഉണ്ടാക്കി താമസിച്ചും അതേപോലെ വിഷമകരമായ അന്തരീക്ഷത്തിൽ പലയിടങ്ങളിലും തനിയെ അങ്ങനെ പാർത്തും ഒക്കെ ആരംഭിച്ച വേലകളാണ്. And most of this work were established, or they had a beginning in a way that I went to places where there were no places to stay. I had to build my own sheds and have to do certain things for it to work and for me to minister there. ഉരുളുപൊട്ടി രാത്രി വെള്ളം വന്ന് എൻ്റെ വീട് ഒഴുക്കിക്കൊണ്ട് പോകാൻ ഇടയായി എൻ്റെ വക്ക് വരെ എത്തിയ സംഭവങ്ങളുണ്ട്. ഉഗ്രവിഷമുള്ള 8 അടി വീരൻ പാമ്പ് എൻ്റെ വൈഫിനെ കടിച്ച് മരണത്തിൻ്റെ വക്കോളം എത്തിയ സംഭവമുണ്ട്. RSSകാർ കൊല്ലാൻ വേണ്ടി വീടിന് ചുറ്റിലും വളഞ്ഞ് ഭീഷണിപ്പെടുത്തി ദൈവം അതിൽ നിന്ന് വിടുവിച്ച സംഭവങ്ങളുണ്ട്. അസാധാരണമായ സംഭവങ്ങളിലൂടെയാണ് 20 വർഷം 8 സ്ഥലങ്ങളിൽ പാർത്തത്. In the 8 places that we lived in, we went through difficult situations. A few examples are there was a landslide once that almost destroyed the house that we lived in. A very poisonous, venomous snake bit my wife. She was almost at the brink of death. And we had the political party and the extremists who came against us and then almost attacked us in different ways. ദൈവത്തിൻ്റെ കൃപയാല പരാതിയില്ലാതെ പിറുപിറുപ്പില്ലാതെ മനുഷ്യമുഖത്ത് നോക്കാതെ ഒരു രൂപ ഒരു മനുഷ്യനോട് ആവശ്യപ്പെടാതെ കുടുംബങ്ങളിലേക്ക് പോകാതെ പ്രസ്ഥാനത്തോട് ആവശ്യപ്പെടാതെ താമസ സ്ഥലം ഉള്ളിടത്തേക്ക് തന്നെ അയക്കണം, വിശ്വാസികൾ ഉള്ളിടത്തേക്ക് തന്നെ അയക്കണം, വരുമാനം ഉള്ളിടത്തേക്ക് അയക്കണം എന്നൊന്നും ഒരിക്കൽ പോലും മൂളിയിട്ട് പോലും ഇല്ലാതെ മാറി മാറി പാർത്ത് കുറച്ച് ആളുകളെ ദൈവം തരുന്നിടത്ത് ബൈബിൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നവരെ ആക്കി അങ്ങനെ 8 സ്ഥലങ്ങളിലേക്ക് മാറി മാറിയാണ് ഓരോ വേലകൾ സ്ഥാപിച്ചത്. During these times, we went through difficult times, we never had to ask anyone for any money. We didn't ask the institution that we were part of to send us to a place where there is a source of income, a place to stay. We didn't go and ask other members for any money. We didn't ask for any person in any ways, and without any complaints or bitterness, we continued to worship. We continued to serve in these 8 places, and at the same time, wherever we went and established a place, when someone was graduating from Bible school, we would place them there to be the minister there. ദൈവം അങ്ങനെ ജയോത്സവമായി ദീർഘവർഷങ്ങൾ നടത്തി. And God led us victoriously in all these years. അവിടുന്ന് മാറി തിരുവനന്തപുരത്തും പിന്നെ ഇടുക്കിയിലും ഇപ്പൊ കുറച്ച് നാളായി തിരുവല്ലയിലും പാർത്തി വേല തുടരുന്നു. And then from there we moved to Trivandrum, and then from Idukki now in Tiruvalla we work there. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പറയാൻ പോയാൽ ഇന്നത്തെ സമയം നഷ്ടമാവുകൊണ്ട് ഞാൻ അവിടെ നിർത്തുന്നു. And if I were to go more into my testimony, we lose our time, so let me conclude that piece. നമുക്ക് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വേഗത്തിൽ പോകാം. ഗലാത്യർ 5:22. Galatians chapter 5 and verse 22, we'll go to that quickly. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വളരെ സുപരിചിതമാണെന്ന് എനിക്ക് അറിയാം. വാക്യ മത്സരങ്ങളിൽ പോലും ആളുകൾ വായിച്ച് സമ്മാനം വാങ്ങിയിട്ടുള്ള ഒരു വാക്യമാണ്. I know this verse that we read is very familiar to us. Many people recite this verse during memory verse competition as well. പക്ഷേ ഇതിൻ്റെ ഒരു വാക്യമെങ്കിലും അതിനകത്തെ ഒരു വാക്കെങ്കിലും 9 ഫലത്തിൽ ഒരു ഫലമെങ്കിലും വിശദീകരിക്കാൻ മണിക്കൂറുകൾ ആവശ്യമുണ്ട്. And you could spend hours to spend on one part of the fruit that's mentioned there. ഒരു 30-35 മണിക്കൂർ ഇല്ലാതെ അതിശയോക്തി പറയല്ല, ഈ 9 ഫലങ്ങളെക്കുറിച്ച്
വേദവാക്യത്തിന്റെ തെളിവിൽ ഒന്ന് വിശദീകരിക്കാൻ എളുപ്പമല്ല. Without even at least 35 hours, it's impossible to use scripture to interpret what we just read and the 9 aspects of the fruit. ഈ 9 കാര്യങ്ങളെ തെളിയിക്കാൻ ഒരു 175-ലധികം ഒത്തുവാക്യങ്ങൾ എൻ്റെ കയ്യിൽ നോട്ടായിട്ട് തന്നെ ഇരിപ്പുണ്ട്. And to speak of these 9 aspects of the fruit, I have about 175 cross references within my notes. 9 പഴങ്ങളുടെ പേര് പറയുന്നത് പോലെയോ 9 പഴങ്ങൾ തിന്നുന്നത് പോലെയോ ഇത് പഠിക്കാനും ജീവിക്കാനും എളുപ്പമല്ല. It's not easy as is to speak about 9 fruits or to describe different 9 fruits. ഗിഫ്റ്റ് ഓഫ് ദ സ്പിരിറ്റും ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റും എന്ന രണ്ടായി പഠിക്കാവുന്ന 2 ഭാഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. In the Bible we see 2 different aspects. There is the gifts of the Spirit and there is the fruit of the Spirit. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 8 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളിലും റോമാലേഖനം 12-ാം അധ്യായത്തിലും 1 പത്രോസ് 4-ാം അധ്യായത്തിലും എഫേസ്യർ 4:11 വിശദീകരിക്കപ്പെട്ടിരിക്കുന്ന വരങ്ങളും അതിൻ്റെ ശുശ്രൂഷകളും നമുക്ക് അറിയാം. We see the gifts and the way those gifts are in operation in the church in 1 Corinthians, in Romans, in Ephesians, as well as in Timothy. വരങ്ങളെ തന്നെ 3ആയിട്ട് തിരിച്ച് പഠിക്കാൻ പറ്റും. Even the gifts can be divided into 3 as we study it. സംസാരിക്കുന്ന വരങ്ങളുണ്ട്, വെളിപ്പാടിന്റെ വരങ്ങളുണ്ട്, ശക്തിയുടെ വരങ്ങളുണ്ട്. There are uttering gifts or spoken gifts, there is revelatory gifts, and there's the gift of power or strength. സംസാരിക്കുന്ന വരങ്ങൾക്കകത്ത് പ്രവചനപരമുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. അതിനെ വീണ്ടും 3ആയി തിരിക്കാം. And so we can take the spoken gifts and say you can divide that into 3 and say there is prophecy, there is revelation and interpretation. വെളിപ്പാടിന്റെ വരത്തിനകത്തും 3ആയി തിരിക്കാവുന്ന 3 കാര്യങ്ങളുണ്ട്. Even in the revelatory gift there are 3 divisions to that. ജ്ഞാനത്തിന്റെ വചനമുണ്ട്, പരിജ്ഞാനത്തിന്റെ വചനമുണ്ട്, വിവേചനത്തിന്റെ ആത്മാവുണ്ട്. Wisdom, knowledge and discernment. ശക്തിയുടെ വരമുണ്ട്, അതിനെ 3ആയിട്ട് തിരിക്കാം. The power of the spirit of power can be divided into 3. വിശ്വാസമുണ്ട്, രോഗശാന്തിയുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്. There's faith, there's healing and there's mighty works. നമുക്ക് ആകെപ്പാടെ അറിയാവുന്ന ഇച്ചിരി പ്രവചനവും കുറച്ച് അന്യഭാഷയും മാത്രമാണ്. All we know is some prophecy and a bit of tongues. അതിനപ്പുറത്തേക്കൊന്നും ഒരു നല്ല ശതമാനം ആളുകളും പോകാറില്ല. And most people don't go beyond those 2 things. അത് വരങ്ങളെ കുറിച്ചുള്ള പഠനം അതവിടെ നിൽക്കട്ടെ. And that's the study of the gift of the Spirit. We're going to pause there. നമ്മുടെ പ്രധാന ചിന്ത അല്പസമയം സംസാരിക്കുന്നത് ഫലങ്ങളെ കുറിച്ചാണ്. And this morning for our meditation is the fruit of the Spirit. ഫലം ഉണ്ടാകണമെങ്കിൽ ഒരു മരം വേണം. To bear fruit there must be a tree. അത് ഇലയുള്ളതായിരിക്കും എന്ന് നമുക്കറിയാം. We know that tree would have leaves. യെഹെസ്കേൽ പ്രവചനം 47-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലും വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലും ഇലയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. In Ezekiel chapter 47 in the Revelation we talk about it describes or discusses leaves. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കൊടുത്തിരിക്കുന്ന ആ ഭാഗം ഇല രോഗശാന്തിക്ക് ഉതകുന്ന എഴുതിയിരിക്കുന്നത്. And in both instances they talk about leaves being used for healing. അങ്ങനെയാണെങ്കിൽ രോഗശാന്തി ഇലയാണെങ്കിൽ വരങ്ങളെ ഇലകളുടെ കൂട്ടത്തിൽപ്പെടുത്താം. അപ്പോൾ അങ്ങനെയാണ് കാ വേറെ ഒന്നാണെന്ന് തിരിച്ചറിയണം. If leaves are healing, then that can be used in the fruit, in the gift of the Spirit. That means the fruit itself is different. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെ വായിച്ചാൽ മനുഷ്യ ജീവിതത്തെ വൃക്ഷത്തോട് ഉപമിക്കുന്ന അനുകൂലവും പ്രതികൂലമായ ചിത്രീകരണം വേദപുസ്തകത്തിലുണ്ട്. From the 47th chapter of Genesis all the way to Revelation we can see men or humans symbolized by trees in both a negative and a positive connotation. യോസഫ് ഫലപ്രദമായ വൃക്ഷമെന്ന് പറഞ്ഞാണ് ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത്. Genesis starts by saying that Joseph was a fruitful tree. വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്ന വൃക്ഷത്തെക്കുറിച്ചാണ് 92-ാം സങ്കീർത്തനം പറയുന്നത്. Psalms 92 talks about a tree that even at the older age still bearing fruit. ഇലയും ഫലവുമുള്ള ഒരു നല്ല വൃക്ഷമായിരിക്കണമെങ്കിൽ അത് ആറ്റരികത്ത് നട്ടതായിരിക്കണമെന്ന് ആദ്യം പഠിച്ച സങ്കീർത്തനം 1:3 എഴുതിയിട്ടുണ്ട്. In Psalms 1:3 it says for a tree to bear fruit it must be planted near the waters. ആറ്റരികത്ത് നടപ്പെട്ടതിന് ആഴത്തിലേക്ക് വേരുകൾ ഇറങ്ങി ഏത് വേനൽക്കാലത്തും വെള്ളം വലിച്ചെടുക്കാൻ കഴിയുന്നതുകൊണ്ട് ഒരു പ്രശ്നത്തിലും ഒരു ചൂടിലും അതിന്റെ ഇല വാടത്തില്ല, മഞ്ഞളിക്കത്തില്ല. Since the tree is planted by the rivers, no matter how
how much drought or how the heat might be, the tree knows to have roots that go deep in and get the water and the nourishment that is needed, that no matter what comes against this, no matter what opposition comes against this, it can continue to bear fruit. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ മുമ്പിൽ മഞ്ഞളിച്ചു പോകുന്ന, പച്ചപ്പ് നഷ്ടപ്പെട്ടു പോകുന്ന, വാടിപ്പോകുന്ന വിശ്വാസികൾ ഉണ്ടെങ്കിൽ അവരറിയണം വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങേണ്ടത് ആവശ്യമാണ്. If any one of us are going through situations in the smallest of difficulties or pain that we become weak or fatigued or not bearing fruit, we must realize our roots have not gone deep. ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ സമയം കിട്ടുന്ന, ഇവിടെയൊന്നും ഒക്കത്തില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ സമയത്തിന് അങ്ങനെ ഇവിടുത്തെ പോലെ പരിമിതി ഇല്ലാത്തതുകൊണ്ട് 1-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം തന്നെ ഞാൻ 1.5 മണിക്കൂർ സംസാരിക്കാറുണ്ട്. In fasting and prayer in Kerala, we don't have much time in these nations, but back home when we have fasting prayer, just on the 3rd verse we speak about 1.5 hours. ഇവിടുത്തെ സമയത്തിൽ ഞാൻ വേഗം പോട്ടെ. Let's move forward. നിലനിൽക്കുന്ന ഒരു ഫലം കൊടുക്കണമെങ്കിൽ വേരുകൾ ആഴത്തിലേക്ക് പോകണമെന്നുള്ളത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം. It's imperative that for us to bear fruits that lasting, our roots must go deep. ഈ നദി വേനൽക്കാലത്ത് വെള്ളം വറ്റുന്ന നമ്മുടെ നാട്ടിലെ ഉണങ്ങിയ തോടല്ല. This stream or river is not a stream like what we're used to, where the river dries up. ഇത് ജീവജലത്തിന്റെ നദിയാ, അതിനകത്തെ വെള്ളം വറ്റുകയില്ല. This is the river of life and the water never dries up. അതിന്റെ അരികത്ത് നടപ്പെട്ടിരുന്നാൽ അത് നിലനിൽക്കുന്ന ഫലങ്ങൾ കൊടുക്കും. And if you're planted by the river, you'll guarantee to bear fruits at all times. അതിന്റെ ഇല എന്നും പച്ചയായിരിക്കും. And the leaves will be green. എന്നാൽ യേശു തപ്പി വന്ന അതിവൃക്ഷം പോലെ തഴച്ചു നിൽക്കുന്ന ഇല മാത്രമുള്ള മരമല്ല, അതേ കായും ഉണ്ടായിരിക്കും. But just as Jesus saw the fig tree with all the leaves but no fruit, we are supposed to not just have leaves but also fruit. ഫലങ്ങളില്ലാതെ ഇല മാത്രമുള്ള ഒരു മരം എന്തിനാ ദൈവത്തിന്? What's the purpose of the tree with leaves but no fruit for God? നമ്മൾ ആരെങ്കിലും ഇല മാത്രം കിട്ടാൻ വേണ്ടി മരം നടാറുണ്ടോ? Do any of us plant trees just to have leaves? സഹോദരിമാര് പറയും കരിയാപ്പല ഉണ്ടെന്ന് പറയും. The ladies might say yes, curry leaves. ഇവിടെ പോയ എല്ലാ വീടിന്റെ അടുക്കള വാതിക്കൽ ഒരു കരിയാപ്പ വെച്ചിട്ടുണ്ട്. Every house here that I've seen has a bush, a herb, or a plant of a curry leaf. അത് ആ ഒരു ഒറ്റ സാധനത്തിന്റെ ആ ഒരു വിഷയമല്ലാതെ കണ്ട് ഒരു മരവും ആരും ഇലയ്ക്ക് വേണ്ടി നടാറില്ല, എല്ലാവരും കായ്കൾക്ക് വേണ്ടിയാണ് നടുന്നത്. With the exception of that, every other tree that people plant is for the purpose of bearing fruits. കർത്താവ് തപ്പി വന്നതും അത് തന്നെയാണ്. That's what the Lord also searched for. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് 6 തൊട്ടുള്ള വാക്യത്തിൽ, In Luke chapter 13 from the 6th verse onwards, മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അതിവൃക്ഷം ഉണ്ടായിരുന്നു, അതിൽ ഫലം തിരഞ്ഞു വന്നു. and there's a fig tree planted in the vineyard that he came looking for fruits. കണ്ടില്ല, വെട്ടിക്കളഞ്ഞേക്കട്ടെ എന്ന് ചോദിച്ചു. And he didn't see any fruits, he asked it to be chopped off. ഇടയ്ക്ക് ഒരു മധ്യസ്ഥൻ കയറി വന്നു പറഞ്ഞു, ഇപ്പം വെട്ടരുത്, ഞാൻ ഒരു കൊല്ലം കൊണ്ടു കിളച്ച് വളവിട്ട് നോക്കാം, മേലെ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. And the one who stood as an intercessor said, let's not cut it down quite yet, maybe I'll put some fertilizers and take care of it one more year. What if the tree bore fruit next year? ഫലം പ്രതീക്ഷിച്ചാണെങ്കിൽ നമ്മളെയൊക്കെ പണ്ടേ തട്ടിക്കളയേണ്ടതാ, പിന്നെ ഇടയ്ക്ക് ഒരു മധ്യസ്ഥൻ കയറി വന്നത് കൊണ്ട് നിൽക്കുക. If the Lord came looking for fruits, we would have been all cut down a long time ago. But because we have an intercessor standing there, we're still standing. വീണ്ടും വീണ്ടും കിളച്ച് വളവിടുക. And he's still plowing and putting more fertilizer. അതിന്റെ ഉദ്ദേശം തിരിച്ചറിയാതെ കണ്ട് നിൽക്കരുത്. We should know the purpose of it. ഇബ്രായ ലേഖനം 6-ാം അധ്യായം വേറൊരു വൃക്ഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. In Hebrews chapter 6, we see about a different tree. പെയ്ത മഴ മുഴുവൻ കുടിച്ചിട്ടും മുള്ളും ഞെരിഞ്ഞലും അല്ലാതെ ഒരു ഗുണമുള്ള കായും ഇതുവരെ കൊടുത്തിട്ടില്ല. Even though it drank of all the rain that came down, not a single edible or good fruits came out of it. It was all weeds. കത്തിച്ച് കളയുമെന്നാ അവിടെ തന്നെ എഴുതിയിരിക്കുന്നു. And the thorns and the thistles would be burned is what we read there. അത് തന്നെ ദീർഘയുഗങ്ങൾ കാത്തിരുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് മലാക്കി പ്രവാചകൻ പറഞ്ഞു. And the same way it talks about Israelites in the prophecy of Malachi. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നുണ്ട്. A day comes like it will burn like a furnace. അഹങ്കാരികളെയും ദുഷ്പ്രവർത്തിക്കാരെയും വേരും കൊമ്പും ശേഷിപ്പിക്കാതെ കത്തിക്കും. The ones who are wicked and arrogant without having any remaining, they'll be burned up. ഒരു ഫലവും പ്രതീക്ഷിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ ദൈവം മലാഖിയെ കൊണ്ട് ഇങ്ങനെ പ്രവചിപ്പിച്ചിട്ട് വാ അടപ്പിച്ചു, പുസ്തകം അടപ്പിച്ചു, ഇടപാട് നിർത്തി. And since there was no fruit to expect, the Lord closed the prophecy, the word, and the book, and Malachi's mouth as well. ആരുടെയും പ്രതീക്ഷയ്ക്ക് ഒരു പരിധിയില്ലേ?
Everybody's expectation has some limits. ദൈവം പറഞ്ഞു, മലാക്കി നീ പുസ്തകം അടയ്ക്ക്, വായു അടയ്ക്ക്, ഇത് പറഞ്ഞ് നിർത്തിയേച്ച് പൊക്കോളാൻ പറഞ്ഞു. And so God told Malachi, close the book, close your mouth, and let's stop the prophecy and let's move away. പിന്നെ ഒരിടപാടും ഭൂമിയിൽ അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ല. Then after that, for some time, we see no intervention. മലാക്കി കഴിഞ്ഞ് പിന്നെ എന്തുവാ നമ്മളെ പുസ്തകത്തിൽ കാണുന്നത്? What do we see after Malachi? മത്തായി. Matthew. മലാക്കിക്കും മത്തായിക്കും ഇടയ്ക്ക് എന്താ ഉള്ളത്? What happened between Malachi and Matthew? സ്തോത്രം. അവർ നല്ല ഉത്തരം പറഞ്ഞു. And somebody responded. അങ്ങനെ ചോദിക്കാനൊരു കാര്യം, പണ്ടൊരിടത്തൊരു ചോദിച്ചപ്പോൾ ഒരു ഉത്തരം കിട്ടി, അതെന്നെ അങ്ങ് ഉത്തേജിപ്പിച്ചതുകൊണ്ട് അങ്ങ് ചോദിക്കുമായിരുന്നു. The reason why I asked is when I asked the same question at a different meeting, it was an encouraging, inspiring answer. നെടുമങ്ങാട് ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സഭയെ ശുശ്രൂഷിച്ചപ്പോൾ 5-6 വാസന്മാർ സ്റ്റേജിലുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, മലാക്കിക്കും മത്തായിക്കും ഇടയ്ക്ക് എന്നാണ്? And there was a fasting prayer going on, 21-day fasting prayer. I was ministering there, about 6-7 pastors sitting on the stage with me. ഒരാൾ ചാടി പറഞ്ഞു, വെള്ള പേപ്പർ എന്ന് പറഞ്ഞു. So one person got up and said, there's a white sheet of white page. മലാക്കിക്കും മത്തായിക്കും ഇടയ്ക്കൽ ഒരു വെള്ള പേപ്പർ ഉണ്ടെന്ന്. There's a white page between Malachi and Matthew. അതുകൊണ്ട് എനിക്കിത് പിന്നെയും ചോദിക്കണമെന്ന് അങ്ങ് തോന്നുന്നു. So then I thought maybe I should ask about this at all times. ആളുകൾ മനസ്സിലാക്കി വെച്ചേക്കുന്ന പല ഉത്തരം എനിക്കും കേൾക്കാമല്ലോ. So I can hear what other people have prepared as answers. ഇവിടെ പറഞ്ഞ ആൻസർ 400 വർഷം ഇതിനിടയ്ക്കുണ്ടെന്നാ. The answer that was given here is that 400 years elapsed between the two. നിങ്ങൾ ഒരു യോഗത്തിന് പോയിട്ട് ഒരു ഉപവാസ പ്രാർത്ഥനയെ പോയിട്ട് ഒരു ശബ്ദം കേട്ടില്ലെങ്കിൽ, ഒരു വചനം ഇടപെട്ടില്ലെങ്കിൽ, ഒരു സ്പർശനം ഉണ്ടായില്ലെങ്കിൽ നിങ്ങളുടെ ആ തിരിച്ചുപോക്ക് എത്ര നിരാശയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിക്കേ. If you come to a fasting prayer, if you come to any service and you come to any sort of fellowship or meeting, yet you could not hear the voice of God, and now you have to go back, how discouraging that event would be. അങ്ങനെയാണെങ്കിൽ 400 കൊല്ലം ചരിത്രത്തിൽ ഇടപെടാത്ത ഒരു ജീവിതകാലം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യരുടെ സ്ഥിതി എത്ര ഭീകരമാണെന്ന് ആലോചിച്ച് So നോക്കണം. think about it this way. So now for 400 years there is no voice of God, no intervention. Can you imagine the situation that the people are going through in those times? അത് കഴിഞ്ഞപ്പോഴോ വേറൊരു പുള്ളി വന്നു, ന്യായപ്രമാണത്തിന്റെ അവസാന പ്രവാചകൻ. And after that comes the last prophet of the law. പുള്ളി ഒരു കോടാലിയും കുറിച്ചപ്പെടുത്തിക്കോട്ടാ വന്നത്. മരത്തിന്റെ ചുവട്ടിൽ വെച്ചു പറഞ്ഞു, ഇപ്പം ഫലം കായ്ക്കാത്തതിനെ വെട്ടുവന്ന. And this prophet came with an axe that's sharpened, and it's at the bottom of the tree, and says, those who don't bear fruit, it will be cut down. 400 കൊല്ലത്തിന് മുമ്പ് ഈ വൃക്ഷത്തെ വേരോടെ കത്തിക്കുമെന്നും പറഞ്ഞു വന്ന പ്രവാചകൻ പ്രവചിച്ച് അവസാനിപ്പിച്ചു. 400 കൊല്ലം കഴിഞ്ഞപ്പോഴും മാനസാന്തരപ്പെടായികയാൽ ദൈവം ദൂത് മാറ്റിയില്ല. ഈ സഭയിൽ നിന്ന് അപ്പുറത്തെ സഭയിൽ പോയാലും ആ ദേശത്തു നീ ദേശത്ത് വന്നാലും ഗുണപ്പെടാത്തവനോട് ദൂത് ഒന്നേ ദൈവത്തിന് പറയാനുള്ളൂ. And even though the last prophecy ended by the prophet saying that all those thorns and thistles will be burned up and no roots will remain, 400 years later, since there was still no repentance or transformation, the message didn't change. The prophet who came after Malachi said the same message. That means no matter how and where you attend church, if you've not repented, the message for you is the same. അങ്ങനെ യോഹന്നാനെ വെട്ടാൻ അനുവദിക്കാതെ ഒരു ഏക മധ്യസ്ഥൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. And John, even though he was there, we have now the single intercessor who came. അന്ന് തൊട്ട് കിളക്കുക, വളവിടുക, വെള്ളം കൊടുക്കുക, ഫലം വരട്ടെ, ഫലം വരട്ടെ. And from that day onwards, there's plowing going on, watering going on, fertilizing going on, thinking, yes, there should be more fruits. അവിടെ നിന്ന് ഞാൻ പെട്ടെന്ന് ഈ വായിച്ച വാക്യത്തിന്റെ തനി പശ്ചാത്തലത്തിലോട് ഒന്നുകൂടെ വരട്ടെ. And now let me come to the context of the verse that we read this morning. ഇവിടെ കൊടുത്തേക്കുന്ന വാക്കിനെ തന്നെ ഒന്ന് വായിച്ചു തുടങ്ങുകയാണ്. ആത്മാവിന്റെ The verse that we read, but the fruit of the Spirit is ആത്മാവിന്റെ phalam. ഫലം. The fruit of the Spirit. പിന്നെ 9 കായ്കളുടെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ട്. Now there are 9 different aspects named there. 9 കായ്കളെ കുറിച്ച് പറഞ്ഞേച്ച് അതിനെ ഫലം എന്ന ഏകവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ശരിയാണോ? Is it right that 9 things are referenced there, yet the singular form of fruit is being used there? അതെന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഫലങ്ങൾ എന്നല്ലേ അവിടെ വരേണ്ടത്? Isn't it natural to say fruits? ഇല്ല, ഇവിടെ ഫലമെന്ന് മാത്രമേ 9 ചേർത്ത് പറഞ്ഞിട്ടുള്ളൂ. And all 9 are described or labeled as the fruit. സമയമില്ലാത്തതുകൊണ്ട് ചോദ്യമായിട്ടൊന്നും ആക്കുന്നില്ല, ഒറ്റ വാക്യത്തിൽ പെട്ടെന്ന് പറഞ്ഞു വിടാം. Let me say it quickly in a summary fashion. ഈ 9 നമ്മൾ വായിക്കുമ്പോൾ വ്യത്യസ്തമാണെന്ന് തോന്നിയാലും ദൈവത്തിന് 9 അല്ലിയുള്ള ഒരു ഓറഞ്ച് ആയിട്ട് ഇത് അനുഭവപ്പെടുന്നുള്ളൂ. Even though this may look different to us, this is as if 9 slices of a same fruit. ഒത്തിരി മുന്തിരിങ്ങ ഉള്ള ഒരു മുന്തിരിക്കൊല ആയിട്ട് ഇത് അനുഭവപ്പെടുന്നു. A bunch of grapes on one stem. അതുകൊണ്ട് ഇത് 9 അല്ല, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതെല്ലാം ആത്മാവിന്റെ ഫലമാണ്.
And this is not 9, this is 1, and it is the fruit of the Spirit. ഇത് 9 കൂടെ ചേർന്ന് വെളിപ്പെടുത്തുന്നത് സമ്പൂർണ്ണനായ ഒരു യേശുവിനെയാണ്. Where we see all of it demonstrated is in the fullness of the Lord Jesus Christ. അതുകൊണ്ട് ഇതിനെ വേറെ വേറെ ആക്കേണ്ട, ബഹുവചനത്തിൽ ഉപയോഗിക്കാൻ പറ്റത്തുമില്ല. So that's why we're not able to separate this, neither use it or describe it in a pluralistic way. എന്നാൽ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങൾ എന്നാ പറഞ്ഞിരിക്കുന്നത്, വരം എന്ന ഒറ്റ വാക്കിലല്ല. But however, when we read 1 Corinthians 12, it doesn't talk about the gift, rather it talks about the gifts of the Spirit. അവിടെ ശ്രദ്ധിച്ച് വായിച്ചാൽ കിട്ടുന്ന വേറൊരു ആശയമുണ്ട്. And when you read that carefully, you understand a different meaning. ഒരുത്തന് രോഗശാന്തി, In one, the healing. മറ്റൊരുത്തിന് വിവേചനത്തിന്റെ വരം, To another, the gift of discernment. വേറൊരുത്തിന് വ്യാഖ്യാനം. And to somebody else, interpretation. അത് മൊത്തം വായിക്കുമ്പോൾ ഒരുത്തന് മറ്റൊരുത്തന് വേറൊരുത്തന് എന്ന് പറഞ്ഞ ഓരോ വരത്തിന്റെയും പേര് പറഞ്ഞേക്കുന്നു. And as each gift is referenced there, it talks about one receiving this, another and another. എന്നാൽ ഇവിടെ ഒരുത്തന് സ്നേഹം, മറ്റൊരുത്തന് സന്തോഷം, വേറൊരുത്തന് സമാധാനം എന്നല്ല പറഞ്ഞേക്കുന്നത്. But here, it's not talking about one person has love, another has joy, another has peace. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഏതേലും ഒന്നേലൊക്കെ കടിച്ചാന്ന് ഇച്ചിരിയൊക്കെ ഫലമൊക്കെ കൊടുത്ത് നമുക്കൊക്കെ പിടിച്ച് നിൽക്കാമായിരുന്നു. If that was the case, we could have hold on to one aspect, one slice of that fruit and somehow survived. വരം ഒരാൾക്ക് ഒന്നേ ഉള്ളൂ, എല്ലാം കൂടെ ചേർന്ന് വരമുള്ള ഒരാളേ ഉള്ളൂ, അത് അപ്പോസ്തലനാ. അല്ലാത്തവർക്ക് ഓരോന്നേ കൊടുത്തിട്ടുള്ളൂ. A gift is for everybody. Gift is shared or parted or divided amongst most people. പക്ഷെ ഫലം കായ്ക്കുന്നത് ഓരോരുത്തർ ഓരോന്ന് കായ്ച്ചാ പോരാ, 9 ഫലം ഒരാളിൽ തന്നെ ഉണ്ടായിരിക്കണം. But when we bear the fruit of the Spirit, it's not picking and choosing out of the 9. All 9 must be evident. ഈ ഫലങ്ങളെ 3 തിരിച്ചാണ് ചില വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. Some scholars have divided this 9 aspects into 3. അവരവരിൽ തന്നെ ഉണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങളാണ് സ്നേഹം, സന്തോഷം, സമാധാനം. Love, joy and peace are things that should be self-contained. അയൽക്കാരോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തേണ്ടതാണ് ദീർഘക്ഷമ, ദയ, പരോപകാരം. And to our neighbors we should extend patience, kindness and goodness. ഒരു ക്രിസ്ത്യാനിയുടെ നടപ്പ് സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. And then a child of God, as he walks this journey, there must be gentleness, self-control and faithfulness. അതുകൊണ്ട് ഈ 9 ഒരാളിൽ തന്നെ ഉണ്ടായിരിക്കേണ്ട കാര്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. So we can understand that these 9 must be evident in a single person. ഹല്ലേലൂയ. Amen. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സ്വസ്ത്രം ചെയ്യാമോ? Hallelujah. Praise God. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതം ഈ ജീവിത കാലയളവിൽ തന്നെ നമുക്കുണ്ടായിരിക്കണം. What the Lord expects out of us is for us to bear this fruit in this lifetime on this earth. വരവും ഫലവും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ഒരു ചെറിയ ഉദാഹരണം ഇതിന്റെ ഇടയ്ക്ക് പറയാം. I'll give you a small explanation or difference between the gift and the fruit. വരം എല്ലാ ആളുകളിലും ആഗ്രഹിക്കുന്നുമുണ്ട്, പ്രാർത്ഥിക്കുന്നുമുണ്ട്, പലർക്കും അത് ഉണ്ട് താനും. ഫലം പക്ഷേ വളരെ വിരളമാണ്. Gifts people pray for, desire for, and it can be seen in many people, but the fruit is very rare. 1 ശമൂവേൽ 19-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങളിലും 20-ാം അധ്യായത്തിന്റെ ആരംഭവാക്യത്തിലും പോയാൽ, in 1 Samuel chapter 19 verse 23-24 and then the beginning of chapter 20, ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായ സൗലിനെ സംബന്ധിച്ച് കൊടുത്തേക്കുന്ന ഒരു സൂചനയുണ്ട് അവിടെ. and there is an indication or reference to King Saul and some description there that's given to us. പുള്ളിക്കാരൻ ദാവീദിനെ കൊല്ലാൻ ഇങ്ങനെ തപ്പി നടക്കുക. He's looking around to kill David in some way. അപ്പോൾ ആരാണ്ട് പറഞ്ഞു അങ്ങ് നെയ്യോത്തിലുണ്ടെന്ന് പറഞ്ഞു സമൂവേലിന്റെ അടുക്കൽ. And so someone told him that he's in Naioth near Samuel. അവിടെ ഭയങ്കര പ്രവചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക. ആത്മാവ് എല്ലാവരുടെ മേലും വന്നു. And the Holy Spirit had come upon people and there's a great ministry of prophecy going on. കൃപാവരം ചൊല്ലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും എഴുന്നേറ്റ് ഓടത്തില്ല. ഇവിടെ വെച്ച് പിടിച്ച് അവനെ കൊല്ലാമെന്ന് പറഞ്ഞ് പുള്ളി കുന്തവുമായിട്ട് അങ്ങോട്ട് വെച്ച് വിട്ടു. And because there's ministry going on, nobody left, but since he heard, he came there with a spear to kill him. പക്ഷെ ആ ഏരിയയിൽ ചെന്നപ്പോഴേ അവന്റെ മേലും ആത്മാവ് വന്നു. ഈ പുള്ളിയും പ്രവചിക്കാൻ തുടങ്ങി. And as he walked into that area, the Spirit of the Lord came upon him. He also started to prophesy. അവിടെ എഴുതിയിരിക്കുന്നത് അവൻ നഗ്നനായി കിടന്നുകൊണ്ട് പ്രവചിച്ചെന്ന്. അത്ര ഭയങ്കരമായ ആത്മസാന്നിധ്യം അവന്റെ മേൽ വന്നു. And there we read that he was stripped off his clothes as he prophesied. That's how much the presence of God was heavy upon him. ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയാൽ പെട്ടെന്ന് പിടികിട്ടും. If you look intently, you will understand one thing. പുള്ളി ഭയങ്കര പ്രവചനമാ കിടന്നുണ്ട്. So he's laying down and prophesying. കയ്യിൽ ഒരു സാധനം ഇരിപ്പുണ്ട്. There's something in his hand. എന്തുവാ? What is it? ദാവീദിനെ കൊല്ലാൻ കുന്തം ഇരിക്കുക. A spear to kill David. വരം വായില്, Gift is in the mouth. കയ്യിൽ കൊലപാതകം. In the hand is murder. ഫലമില്ലാത്ത വരം എന്തിനാന്നാ ചോദ്യം. The question is, what's the purpose of a gift without the fruit?
കയ്യിൽ കുന്തം പിടിക്കുകയും വായി പ്രവചിക്കുകയും ചെയ്യുന്ന ആ വിധ ശുശ്രൂഷ നമുക്ക് വേണ്ട. We don't need the ministry in which we have a spear in one hand but giftings in our mouth. വരത്തേക്കാൾ ഉപരി ഫലത്തിനാണ് ക്രിസ്തീയ ജീവിതത്തിൽ പ്രാധാന്യം. In the Christian life, fruit is more important than the giftings. വരങ്ങൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, അത് ഉപയോഗിക്കണം. അതിന്റെ ഓർഡർ അനുസരിച്ച് അത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മിക വർധനവിന് ആവശ്യമാണ്. As we must pray for, desire, operate in the gift of the Spirit, it is imperative in the body of Christ for it to be used. എത്ര വരം ചൊല്ലിച്ചാലും അതിന് മീതെ നിൽക്കണം ഫലം. No matter how many giftings you may have, the fruit must be above that in priority. യേശു തേടി വന്നത് ആ ഫലമാണെന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. And we read in scripture that Christ came searching for the fruit. മർക്കോസ് 11 അത് എഴുതിയിട്ടുണ്ട്. In Mark chapter 11 we read, ഇലയുള്ള ഒരു അത്തിവൃക്ഷം യേശു കണ്ടു. he saw a fig tree with full of leaves. ഞാൻ പറഞ്ഞല്ലോ, ഇല രോഗശാന്തിയെ മറ്റു വരങ്ങളെ ഒക്കെ കാണിക്കുന്നു എങ്കിൽ Even though leaf might symbolize healing and other things, യേശു ഒരു ഫലത്തിനാണ് വിശന്നപ്പോൾ അന്വേഷിച്ചത്. but when he was hungry, he was looking for some fruits. യേശു വിശന്നെന്ന് പറഞ്ഞാൽ ഈ ശിഷ്യന്മാർ അടങ്ങി നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? Do you think the disciples would stay quiet or silent or calm if Christ had said he was hungry? ആ അത്തിയുടെ ഓരോ കമ്പേ കൂടെ ഓരോ ശിഷ്യന്മാർ കയറി അതിന്റെ ഇല ഇളക്കി നോക്കിയിട്ടുണ്ട്. എന്റെ യേശുവിന് കൊടുക്കാൻ ഒരു കായലും The കിട്ടുമെന്നറിയാം. disciples would have climbed through every single branch looking and searching for any fruit that they can give to their master. ഒരു പൊട്ടുക പോലും കിട്ടിയില്ല. Not even one wrong fruit. യേശു അങ്ങോട്ട് മാറിയേച്ച് പറഞ്ഞു, ഇനി നിന്നിൽ നിന്ന് മേലാൽ And Jesus Christ walked away and said, from now on, no one will bear fruit. No one will eat of you. പിറ്റേ ദിവസം രാവിലെ തിരിച്ച് ആ വഴി വരുമ്പോൾ ശിഷ്യന്മാർ പറയാ, കർത്താവേ ഇന്നലെ നീ ഊഹൂന്നൊന്ന് വെച്ചതേ ഉള്ളല്ലോ, നേട്ട വേരോടെ. And the next day when Christ comes back with the disciple said, Master, you just simply made a noise about this tree yesterday. Look, from root itself it's withered. മർക്കോസ് ബ്രാക്കറ്റിൽ ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്. But Mark gives a context in a parenthetical manner. ഭക്തി മൂക്കുമ്പം കണ്ണടച്ചൊന്നും വായിക്കല്ലേ. തിരിച്ചൊരു ചോദ്യം വേദപുസ്തകത്തോടും ചോദിക്കണം, കർത്താവ് അത് അത്തിപ്പഴത്തിന്റെ കാലം അല്ലാഞ്ഞെന്നും കൂടെ അവിടെ എഴുതിയിട്ടുണ്ട്. കാലമല്ലാത്ത കാലത്ത് വന്നിട്ട് ഫലം കണ്ടില്ലെങ്കിൽ പ്രാഗിച്ച് പോകാവോ? So you can ask the Lord, it's not the time for the fig tree to have fruits. If it's not the season for that, is it right that you would curse that tree and walk away? അത് നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിലും ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിലും ഒക്കെ കൊടുത്തേക്കുന്ന സൂചനകളുണ്ട്. സ്തോത്രം. നീ ഫലം പറിക്കുമ്പോൾ കൊമ്പ് തപ്പി പറിക്കരുത്. When we read the book of Leviticus, you'll read in 26th chapter, when you look for fruits, don't look for the branch, then look for the fruits. ലേവ്യ 26-3-4-5 ആവർത്തനം 24-19-21 ആ വാക്യങ്ങളിലാണ് ഇതിൻ്റെ പ്രമാണം കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ വായിക്കണ്ട. സ്തോത്രം. അപ്പോൾ കർത്താവ് അവിടെ പണ്ടേ പ്രമാണം കൊടുത്തിട്ടുണ്ട്, കൊമ്പ് തപ്പി പറിച്ചു കൊണ്ട് പോകരുത് ഫലം എടുക്കുമ്പോൾ. When you bear fruits or when you pluck a fruit, don't take the branch with it. വയൽ കൊയ്യുമ്പോൾ അരികെ തീർത്തു കൊയ്യരുത്. When you sow the seeds, don't make sure that you don't sow it near the edge. കേരളത്തിൽ നിന്ന് വന്ന് വിളിച്ചിട്ട് നാടൻ ഭാഷയൊക്കെ ഉപയോഗിച്ചോട്ടെ. ഈ രൂത്ത് തെണ്ടി കുത്തുവാള എടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാ. രൂത്ത് Ruth is coming into the fields. ഇവിടെ കാലാ പെറുക്കാൻ ഇട്ടിട്ടില്ലെങ്കിൽ അവിടെ ഗതി നിങ്ങൾ ഒന്നുകൂടെ ഓർത്ത് നോക്കിക്കേ. If you think about her situation, if that the remnant wasn't there, what would her situation be? അവിടെ അനാഥനും വിധവയ്ക്കും പരദേശിക്കും വേണ്ടി സകലം ഇട്ടേക്കണമെന്ന പ്രമാണം. So the law is that we should leave things for the strangers, the foreigners, the pilgrimers. ഈ മലാക്കി പറഞ്ഞതുപോലെ സകല പ്രമാണവും വിട്ട് ജീവിക്കുന്ന ഇവന്റെ ദാരിദ്ര്യം മൂത്ത കാലത്ത് കൊമ്പ് തപ്പി പറിച്ചു. എന്റെ യേശു വന്നപ്പോൾ ഒരു കാ പോലും അവൻ ഇട്ടിട്ടില്ല. Now you see that during the times of destructions and damage, they took everything they could, they plundered everything, but now the time of Jesus, he couldn't even find a fruit. അങ്ങനെ പേഴ്സ് തൂത്തുവാരി ഒന്നും ചെലവാക്കി കളയരുത്. ഒരു സകലം പരദേശിക്ക് വേണ്ടി ഇട്ടേക്കണമെന്ന്. So don't take everything away, waste everything, leave something for the foreigners. നമ്മുടെ കാര്യമാണെന്നെങ്കിൽ വ്യാഖ്യാനിച്ചോണം. അതല്ല എന്നെ കൂടെ തെളിച്ച് പറയിപ്പിക്കണ്ട. എല്ലാം മരവും കായുടെ കൂട്ടത്തിൽ വിട്ടേക്കരുത്. നമ്മുടെ പേഴ്സൊക്കെ എനിക്ക് പറയുന്ന കാര്യം. It's not about the trees and different things that we may give it context to. It's talking about the possessions and the asset that we may have, like our wallet. പൗലോസൊക്കെ വന്ദനം ചൊല്ലുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലപ്പോഴും എൻ്റെ ഹൃദയം തണുപ്പിച്ചവനായ ഇന്നവന് എൻ്റെ വന്ദനം.
So when you read Paul's writing, it says, many times he refreshed my soul. To him I extend my greetings. പലരുടെ പേര് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഹൃദയം തണുപ്പിക്കുന്ന ആശ്വാസമായി തീരുന്ന ഒരു ശുശ്രൂഷ നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. And the Lord has entrusted into us a ministry that brings about refreshment and comfort to many others. ദൈവമേ എനിക്ക് തരണേ എന്ന് മാത്രമല്ല, എനിക്ക് കൊടുക്കാനും കൂടെയുള്ള കൃപ വേണമേ എന്നുള്ളതായിരിക്കുന്ന ആ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. Amen. What we see here is not a prayer that says, Lord, give me and give me more, but give me the ability and the gifting to also to give to others. ഇങ്ങനെ വിവിധ നിലയിൽ നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ട ഫലങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. So this is talking about the many different types of fruits that we must be bearing. ഏത് ഫലം കായ്ക്കണമെങ്കിലും ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം സ്നേഹമാണ്. For any fruit to bear, the foundation of a Christian is love. സ്നേഹം, അച്ചടക്കം, വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് കുറെ വിഷയങ്ങളുണ്ട്. 1ാം ക്ലാസ് തൊട്ട് പ്രസംഗമാണ് മത്സരത്തിന്. And from the first grade level of speech competition, there's love and joy and peace. These are all sermon topics. ഈ 1 കൊരിന്ത്യർ 13-ാം അധ്യായം എത്ര സഭകളിൽ പ്രസംഗിക്കുന്നുണ്ട്? How many churches speak about 1 Corinthians chapter 13? നമ്മൾ ഈ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം കഴിഞ്ഞേച്ച് നിൽക്കുക. 23 ഉണ്ടായിരുന്നെങ്കിൽ അതോടെ പോയി വ്യാഖ്യാനിച്ചേനെ. We have finished all the way to Revelation 22nd. If there is a 23rd chapter, we would have preached about that too. 13 കാല് കുത്തി നിന്നിട്ട് വേണം ബാക്കിയെല്ലാം വ്യാഖ്യാനിക്കാൻ പോകാൻ. But we must stand firm in the 13th chapter, then only interpret everything else. 13-ന്റെ 2 ഒന്ന് വായിക്കാമോ ആരെങ്കിലും? 1 Corinthians 13 verse 2. സ്നേഹമില്ലെങ്കിൽ എന്തോ വായിച്ചേ? അവർക്ക് പറയണം. സ്നേഹമില്ലെങ്കിൽ But have not love, I am nothing. സ്നേഹമില്ലെങ്കിൽ എന്ന് കഴിഞ്ഞുള്ള വാക്കൊന്ന് ഉറക്കെ പറയാമോ? സ്നേഹം. അത് ഒന്ന് നിർത്തി പറയണ്ട. സ്നേഹമില്ലെങ്കിൽ അവൻ ഏതുമില്ലെന്നല്ല, സ്നേഹമില്ലെങ്കിൽ കൃപാവരം ഏതുമില്ലെന്നല്ല, ഈ സ്നേഹമില്ലെങ്കിൽ പ്രസംഗിക്കുന്ന ഞാൻ പോലും. It's not that if you don't have love that the neighbor is nothing or your gifts are nothing. It says if you don't have love, you are nothing. I am nothing. അവിടെ ഞാൻ അടി വരയ്ക്കണം. So that I must be underlined. എന്നാ പ്രസംഗിച്ചാലും കൊള്ളാം, എന്നാ വിപ്ലവം ഉണ്ടാക്കിയാലും കൊള്ളാം, സ്നേഹമില്ലെങ്കിൽ ഞാൻ. No matter what, how well I preach, how much revolutionary I may become, if there is no love, it's nothing. ഈ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ സ്നേഹത്തിൽ എത്താനുള്ള ഒരു പട്ടിക പറഞ്ഞിട്ടുണ്ട്. If you read 2 Corinthians chapter 1 verses 5 through 8, it talks about a order in which we come to the love. പെട്ടെന്ന് വായിക്കാമോ? 2 പത്രോസ് 1-ന്റെ 5 തൊട്ട് 8 വരെ. 2 Peter chapter 5 chapter 1 or chapter 5? Yes, 2 Peter chapter 1. Chapter 1 verse 5 through 8. സകല ഉത്സാഹവും കഴിച്ച്. തുടങ്ങുന്നത് എവിടെ നിന്നാ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. You start with the faith. വിശ്വാസത്തോട് വീര്യം. And to faith, തളർന്ന വിശ്വാസം വേണ്ട, വീര്യമുള്ള വിശ്വാസം വേണം. what we need is to faith is power. വീര്യത്തോടുകൂടെ പരിജ്ഞാനം. വായിച്ചു വിട്ടോ, സമയമില്ല. അപ്പം എല്ലാത്തിൻ്റെയും കൂടെ സ്നേഹം കൂട്ടണം. എവിടെ നിന്ന് ആരംഭിക്കണം? കൃപയാലുള്ള നല്ല വിശ്വാസത്തിൽ നിന്ന് ആരംഭിക്കണം. So to everything love must be added, but it starts that the faith that we receive through grace. പത്രോസ് തന്റെ ലേഖനത്തിൽ വിശ്വാസത്തിൽ നിന്ന് ആരംഭിച്ച ഒരു പട്ടിക സ്നേഹത്തിൽ കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ, and here we see a table in which Peter starts with faith and ends up in love. പൗലോസ് തന്റെ ലേഖനത്തിൽ ആ സ്നേഹത്തിൽ നിന്ന് തുടങ്ങി ഇന്ദ്രിയ ജയത്തിൽ വന്ന് അവസാനിപ്പിക്കുന്ന മറ്റൊരു പട്ടിക ഇവിടെ പറയുകയാണ്. And what we read is Paul starting with love and ending up in self-control. എന്നെ ചിരിച്ചു കാണിച്ച ഞാനും ചിരിച്ചു കാണിച്ചു, എനിക്ക് റൈഡ് തന്നവർക്ക് ഞാനും റൈഡ് കൊടുത്തു, എനിക്ക് ഭക്ഷണം മേടിച്ചു തന്നവർക്ക് ഞാനും ഭക്ഷണം മേടിച്ചു കൊടുത്തു, എൻ്റെ വീട്ടിൽ യോഗത്തിന് വന്നു, ഞാൻ അവരുടെ വീട്ടിൽ യോഗത്തിന് പോയി. ഇതാണ് നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത്. What we think love is, those who give us rights will give rights, those who feed me I'll feed them, those who come to my house I'll go to their house, those who come to my house service I'll go to their service. കർത്താവ് പറഞ്ഞു ഇതൊക്കെ ജാതികളും കാണിക്കുന്നില്ലേ? And Lord said even other people do it.
ഞാൻ പറയുന്ന സ്നേഹം കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? Can you do the love? Can you demonstrate the love that I tell you? ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റുമോ? Can you love your enemies? പിന്നെ അവൻ അങ്ങനെ ചെയ്തു, അവൾ എന്നോട് ഇങ്ങനെ കാണിച്ചു, ഞാനത് വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് അതിന് മൂർച്ച കൂട്ടുക അല്ലാതെ കണ്ട് പോയി കാലെ പിടിക്കാൻ എത്ര ദൈവമക്കൾക്ക് പറ്റും? How many of us, instead of saying this person did that, that person did this, and instead of flaming up the situation, how many of you can go and say, forgive me? എന്നാ പെന്തക്കോസ്ത് ലോകത്തെ ഇന്നത്തെ പ്രശ്നം? What is the problem that we see in Pentecostal world? താഴാൻ പറ്റത്തില്ല, Nobody is humble. ക്ഷമ ചോദിക്കാൻ പറ്റത്തില്ല, No one can ask for forgiveness. കാൽവരി ക്രൂശ് അവർ കണ്ടിട്ട് പോലുമില്ല. They have not seen the cross of Calvary. ആ ക്രൂശെ വേദന എടുത്ത് പൊളഞ്ഞ് അല്പം വെള്ളം ചോദിച്ചിട്ട് പോലും കിട്ടാതെ കിടക്കുമ്പോഴും എൻ്റെ ദൈവമേ ഇവർക്ക് ഈ പാവം നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു ഒരുവനാ നമ്മുടെ മുമ്പിൽ ആ ക്രൂശെ കിടക്കുന്നു എന്നുള്ള ബോധം വേണം. എന്നിട്ട് വേണം സ്നേഹം എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ. Before we interpret and understand what love means, we should realize on the cross of Calvary, Christ died there, asked for a drop of water, couldn't get it, and that's how much pain he endured. So without us talking about anything else, understand love in that context. ശരിയായ സ്നേഹത്തിനു വേണ്ടി ആഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇന്ന് തൊട്ട് തുടങ്ങുന്നെങ്കിൽ, If you start to pray and say, Lord, give me the ability to love sincerely, ഇപ്പം വരെ നിങ്ങളോട് ചക്കരയും സ്നേഹമാണെന്നും പറഞ്ഞിരിക്കുന്ന ആളുകൾ ഒന്നാം തരം ശത്രുവാകും, ദൈവം ആക്കും എന്ന് ആദ്യം മനസ്സിലാക്കിക്കോണം. we must understand those who are very close to us, intimate to us, the moment we pray, Lord, give me the ability to love sincerely, they will also become your enemies. അല്ലാതെ ഇപ്പം നമുക്ക് ശത്രു ഉണ്ടാകാനായിട്ട് ഇപ്പൊ എവിടെയാ പോകുന്നത്? Where else do we have to go to find an അകത്ത് തന്നെ enemy? ദൈവം ചില ശത്രുക്കളെ തരും ചിലപ്പോൾ. So sometimes inside itself, Lord gives us enemies. എന്നാലും ഇത്രയും നാൾ ഒന്നിച്ചിരുന്ന എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറയാതെ എന്റെ സ്നേഹം വെളിപ്പെടുത്താൻ എനിക്ക് ആ വ്യക്തിയെ ശത്രുതയാക്കിയതാണെന്ന് തിരിച്ചറിയണം. അതാണ് പരിശുദ്ധാത്മാവിന്റെ സഹായം. Instead of saying, oh, even after all this person did it this way, treated me this way, instead say, yes, for me to demonstrate the love that I have, the Lord has given me this opportunity. ഒന്ന് രണ്ട് വാക്കുകളിൽ ഓടിപ്പോകാൻ ഒരു സമയം തീരുകയാണ്. Our time is almost up. സ്നേഹം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എഴുതിയിരിക്കുന്ന സന്തോഷമല്ലേ? After love, joy is listed. എന്താ സന്തോഷം? What is joy? എന്നാ ഫുഡായിരുന്നു. Oh, what great food we had. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ കഴിച്ചിട്ടില്ല. It's been a while since I've eaten a meal like this. ഭയങ്കര സന്തോഷമാണ്. So very joyful. അയ്യോ ആ ബീച്ചിൽ പോയി, ഈ സ്ഥലം കാണാൻ പോയി, അടുത്ത അവധിക്ക് ഇന്നടത്തോടെ പോകണം, എന്തൊരു സന്തോഷമാണ്. Yes, I went to this area, that beach, I want to go see this next time around. That brings us joy. ഇതൊക്കെയാണോ സന്തോഷം യഥാർത്ഥത്തിൽ? Is it really that? Is this what really joy is? നമ്മുടെ വ്യാഖ്യാന മേഖലയിലാണോ വേദപുസ്തകം നിൽക്കുന്നത്? Is it that does the word of God lie in the realm in which we interpret it? ഫിലിപ്പിയ ലേഖനം വായിച്ചിട്ടില്ലേ? അറിയത്തില്ലയോ? Have you read Philippians? സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ ഞാൻ പിന്നെ നിങ്ങളോട് പറയുന്നു. Rejoice, rejoice in the Lord always, and I tell you again, rejoice. പറച്ചില് കേട്ട പൗലോസ് മിയാമി ബീച്ചിൽ ഇരുന്നുകൊണ്ട് ജയിലിൽ കിടക്കുന്ന വിശ്വാസികൾക്ക് എഴുതിയത് ആ ലേഖനം എന്ന് തോന്നിപ്പോ. If you read that letter, you might think Paul is at Miami Beach writing to believers who are maybe in prison. സ്വാതന്ത്ര്യത്തോടുകൂടെ പുറത്തു നടക്കുന്ന ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സന്തോഷം എന്നതാ ജയിലിൽ കിടക്കുന്ന ഒരാൾ അനുഭവിക്കുന്നത് എന്താണെന്ന് നമുക്കറിയത്തില്ലേ? We know the difference between the joy someone who is in prison might experience versus someone who is walking liberally of freedom with freedom outside. ഇവിടുത്തെ യഥാർത്ഥ സംഭവം നമുക്കറിയാമല്ലോ. We know the real situation. പൗലോസ് ജയിലിലാ. Paul is in jail. തണുപ്പ്, Cold, ചങ്ങല, chains, വസ്ത്രം പരിമിതം, the limitation of clothes, ഭക്ഷണം ബുദ്ധിമുട്ട്. the food is scarce. താൻ അങ്ങനെ മഹാഘട്ടത്തിൽ കിടക്കുക. So he's in great tribulation. വിശ്വാസികൾ പുറത്ത് സ്വാതന്ത്ര്യത്തോടെ നടക്കുക. All the believers are outside in complete freedom. അകത്ത് മഹാഘട്ടത്തിൽ കിടക്കുന്നവൻ പുറത്തുള്ള വിശ്വാസിക്ക് എഴുതിയ സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെ നിങ്ങളോട് പറയുന്നു. And the one who is enduring all the pain and suffering inside is telling the people who are enjoying the freedom outside, rejoice. And again, I tell you, rejoice. നമ്മളാണ് അങ്ങനെ കിടക്കുന്നതെങ്കിൽ എന്തായിരിക്കും എഴുതുന്നത്, എന്തായിരിക്കും വാട്സപ്പിൽ മെസ്സേജ് വിടുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ. If you think about what we would have said in similar situation as Paul who was in prison. എൻ്റെ പറഞ്ഞ എങ്ങനെയൊന്നും വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയോട് പറഞ്ഞു ഉപവാസ പ്രാർത്ഥനയായിട്ടെങ്കിലും 3 ദിവസം. We might weep and say, I didn't think all these things would take place. Please pray for me. And if you could also tell the church to fast and pray for me for 3 days. എബ്രായ ലേഖനം 12-ാം അധ്യായം പറയുന്നു, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തപ്പോൾ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്ത യേശു. We see a Christ who, when he saw the goal in front of him, he did not consider the suffering to be anything less than that or anything more than that. He now sits on the right hand of the Father. നമ്മൾ പ്രതീക്ഷിക്കുന്ന കൊടുക്ക വാങ്ങലിൽ അടങ്ങിയിരിക്കുന്ന ലാഭത്തിലല്ല സന്തോഷം ഇരിക്കുന്നത്, ക്രൂസിൽ സ്വന്തം ജീവനെ കൊടുത്ത് സന്തോഷിക്കുന്ന യേശു. It's not based on our giving and receiving that the joy is based on, but it is based on the Christ who was crucified. പ്രാപിപ്പാൻ പോകുന്ന ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തേക്ക് ഒരിക്കൽ അവിടെ
ശരീരം വിട്ട് താണ ലോകത്തിലേക്ക് വന്നവൻ മടങ്ങി ചൊല്ലുമെന്നുള്ള പ്രത്യാശ തന്റെ അകത്തുണ്ട്. There he has a hope and expectation within himself that the one who came down to this earth to rescue me, I will be reunited with him up above. ആ കർത്താവ് പറഞ്ഞ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുകയാ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വരും. And that he's the one who said, I am going to prepare a place for you, and when I come back I will take you with me and you will be with me. അതിന്റെ സമയം ആസന്നമായി. And that time is near. 2026 ചുമ്മാ കടന്നുപോയ ഒരു വർഷമല്ല. 2026 is not a year that will pass by simply. കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ ഒരു വർഷവും കൂടെ കഴിഞ്ഞിരിക്കുന്നു അടുത്തു. Yes, the promise of the Lord is that much near, one more year closer. ഈ ലാസ്റ്റ് മൂമെന്റിൽ അവൻ ഫലം തിരഞ്ഞു വന്നാൽ നമ്മിൽ നിന്ന് അത് കാണുമോ? If he comes in these last moments searching for fruit, will that fruit be found? അതിനുള്ള പ്രത്യാശയും മനസ്സൊരുക്കവും തയ്യാറെടുപ്പും നമ്മളിൽ വർദ്ധിക്കട്ടെ. Let there be an expectation, a hope and a desire for that fruit to increase within us. വചന ധ്യാനത്തിലൂടെ പ്രാർത്ഥനയോടെ വേരുകൾ ആ നദിയുടെ ആഴത്തിലേക്ക് ഇറങ്ങട്ടെ. Through prayer and through the word, let the roots go deep down. നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. Let our faith increase. ഇലകൾ പെരുക്കി ആളുകൾക്ക് കാണുന്ന തഴപ്പിൽ നിൽക്കാതെ ഉടയവന് വേണ്ടുന്ന ഫലം കൊടുക്കാൻ ഇടയാകട്ടെ. Let it not be just a show off where leaves are seen, but let the master come and find fruits within you. വാസ്തവത്തിൽ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ ഗഹനമായിട്ട് ഒന്നും കൂടെ ചിന്തിക്കണം. What the Lord is asking of us, desiring of us, we must seriously think about it. നിലനിൽക്കുന്ന ഫലം കൊടുക്കണം. A fruit that's lasting. യോഹന്നാൻ 15 അത് ശക്തമായി പറയുന്നു. In John 15 we read that carefully. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. I have placed you that you may go and bear fruit that's lasting. ചിലർ ഒരു ഫലം കൊടുക്കും, പിന്നെ ചില മാവിന്റെ കാര്യം പറഞ്ഞാൽ പിന്നെ 3 കൊല്ലം കായ്ക്കത്തില്ല. And some people will give fruit 1 year, but it's like other mango trees, for the next 3 years they have no fruits. എല്ലാ കൊല്ലവും ഫലം കൊടുക്കണമെന്ന്. Every year we must bear fruits. ഏത് സീസണിലാണോ കൊടുക്കേണ്ടത് ആ സമയത്ത് കൊടുക്കണമെന്ന്. Every season we must bear fruits. മിക്കതും നല്ല ചൂടേറിയ കാലത്താണ് ഫലം പുറപ്പെടുവിക്കുന്നത്. Often it's during the hottest of times in which the fruit is born. ഏത് സീസണിലാണ് മനുഷ്യർക്ക് ആവശ്യമായിരിക്കുന്ന ആ സമയത്ത് കൊടുക്കാൻ നമുക്ക് കഴിയണം. We must, whatever time of need there is for the fruits, we must be able to give those fruits. അതിന് ആരും അറിയാത്ത സമയങ്ങളിൽ ആഴത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നവരായിരിക്കണം. And so that not when everybody's seeing it, you must be able to pull from the deepest of places. സസ്യത്തിനും വൃക്ഷങ്ങൾക്കൊക്കെ എപ്പോഴാ മനുഷ്യൻ വെള്ളം ഒഴിക്കുന്നത്? രാവിലെയോ വൈകുന്നേരമോ? Usually we water the plants in the morning or in the evening. നിന്റെ വചനങ്ങളെ ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിയിരിക്കുന്നു എന്നാ ഭക്തൻ പറയുന്നു. The saint of God says, I look for the season, the time and the ages for me to read and to meditate of the word. അവിടെ ധൃതിയാ, ഇവിടെ ജോലിയാ, എനിക്ക് ഉറങ്ങണം, എനിക്ക് കഴിക്കണം, അവിടെ പോകണമെന്നും പറഞ്ഞേച്ച് തള്ളിവിടരുത്. വചനം ധ്യാനിക്കാൻ സമയം കണ്ടെത്തണം. We must find time to meditate upon the word of God, not finding excuses by saying I have to go here, I have to go there, I have work and so forth. അത് ഫലമായി പുറത്തു വരണം. And that fruit must come out. ഏതെങ്കിലും ഫലം കായ്ക്കുന്ന വൃക്ഷം പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അയ്യോ എന്ത് കഷ്ടപ്പെട്ടാ ഞാനൊരു കായ്ച്ചതെന്ന് പറയാറുണ്ടോ? Any tree that you've seen say, oh look how much trouble I went through to bear some fruits. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യും, പിന്നെ എന്ത് കഷ്ടപ്പാടിന്റെ വിശദീകരണമാണ് നടത്തുന്നത്. If we do something for anybody, then we start to talk about it as if we endured great suffering. ഒരു മരവും കഷ്ടപ്പെട്ടല്ല കായ്ക്കുന്നത്, അത് അതിന്റെ സ്വാഭാവിക പ്രകൃതിയാ. മരം ഫലം കൊടുക്കണമെന്നുള്ളത്. A tree doesn't go through painful situations to bear fruit. It's natural for a tree to bear fruit. ആ നിലകളിൽ ഫലവത്തായി തീരാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. Let the Holy Spirit enable us to be fruitful in these realms. നിങ്ങളുടെ സമയത്തെ ബഹുമാനിച്ച് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് വരുന്നത് ഞാൻ അവിടെ നിർത്തുക. Let me pause here. കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. May God bless us through these ഒരു നിമിഷം words. കണ്ണ് അടയ്ക്കുമോ? Let's close our eyes. ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ?